ഇസ്രായേൽ അമേരിക്കയിൽ ബോംബിടും. നെതന്യാഹുവിനെ ചവിട്ടി പുറത്താക്കി ട്രംപ്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദത്തിൽ ഇതാ വിള്ളലുകൾ വീഴുന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നെതന്യാഹുവിനോട് രൂക്ഷമായ ഭാഷയിൽ ആക്രോശിക്കുകയാണ് ട്രംപ്. അതിലൂടെ തന്റെ അനിഷ്ടം പ്രകടമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നെതന്യാഹുവിനെ ചവിട്ടി പുറത്താക്കാൻ ട്രംപിന്റെ അനുചരന്മാർ തയ്യാറാകുന്നു എന്നുള്ളത്. വളരെ കാലമായിട്ട് സഖ്യകക്ഷികളായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിൽ അവരുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ്. ലബനിലെ സംഘർഷാവസ്ഥയുടെ പേരിൽ ട്രംപ് നെതന്യാഹുവിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചതായിരുന്ന റിപ്പോർട്ടുകൾ വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ആഗോളവേദിയിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ സാരമായി ബാധിക്കുന്നുണ്ട് എന്നും ഇത് ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി.